വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ഫോൺ ചെയ്ത് പപ്പിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബുക്ക് അവിടെയാണ്, ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ബുക്കൊക്കെ ഞാൻ കൊണ്ടുവരാം, പെട്ടെന്ന് റെഡിയായി പോകുമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ചേച്ചിയമ്മ കൊണ്ടുവരും ചോദിക്കുകയാണ്. അന്നേരം ഇന്ന് സത്യയെ കൊണ്ടാക്കാൻ വരുന്നത് ഞാനാണ്, ചേച്ചിയമ്മയിലെ പറയുന്നത്, മോള് റെഡിയാവുമെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ പപ്പിയെ ഒരുക്കാനായിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ രാഘവൻ നായർ അവിടേക്ക് വരുന്നുണ്ട്. അവർ സത്യഭാമയുടെയൊക്കെ അടുത്തേക്ക്, മോളെ അവനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നാലും ആ പൈസയും കൊണ്ട് അവൻ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് അറിയണമെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. എന്തോ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ ആരെങ്കിലും സഹായിക്കാൻ പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം സഹായിക്കാനോ എന്ന് പറഞ്ഞ് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് പേരെ കൈകഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒരമ്മയുടെ മകനല്ലേ, അപ്പോൾ അവനും അത് കണ്ടല്ലേ വളർന്നത്, അതുകൊണ്ട് അങ്ങനെയായിരിക്കും പോയത്, അത് അറിഞ്ഞിട്ട് മതി ബാക്കി അവനെ പഴിചാരുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് പിള്ളയും വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം ഭാമയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ ഒന്നുകൂടി വിളിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ ശാലിനി വീണ്ടും വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. തുടർന്ന് സത്യയാണെങ്കിൽ ശാലിനിയുടെ വണ്ടിയിൽ സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശ്യാമയാണെങ്കിൽ പപ്പിയും കൊണ്ട് ഓട്ടോയിൽ വരുന്നത്. അന്നേരം സത്യയാണെങ്കിൽ ഇങ്ങനെ വരാന്തയിലൂടെ പോകുമ്പോൾ സത്യയെന്ന് പറഞ്ഞുകൊണ്ട് പപ്പി വിളിക്കുകയാണ്. പക്ഷെ ശ്യാമ പിടിച്ചു നിർത്തുന്നുണ്ട്. അവൾ പോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അമ്മയത് സത്യമാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇനി അങ്ങനെ ഇങ്ങനെയുള്ള കൂട്ടൊന്നും സത്യമായിട്ട് വേണ്ട, അധികം മിണ്ടാനൊന്നും പോകണ്ടെന്ന് പറയുകയാണ്. അന്നേരം അമ്മ എന്തൊക്കെയായി പറയുന്നത്, എനിക്ക് ആകെ സ്കൂളിൽ ആകെയുള്ളൊരു കൂട്ട് സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മളെ ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ എന്തിനാ കൂട്ടുകൂടുന്നത്, ഇനി അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, ഞാനും സത്യം അടുത്തടുത്ത് ഒരുമിച്ച് ഒരു ബെഞ്ചിലാണ് ഇരിക്കുന്നത്, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നതും കണക്ക് എഴുതുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ ഒരുമിച്ചാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ, എന്തിനാണ് സ്കൂളിലേക്ക് വരുന്നത്, അതുകൊണ്ട് അമ്മ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോളണം, അമ്മ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്, ഇനി അടുത്തടുത്ത് ഇരിക്കേണ്ടെന്ന് ഞാൻ ടീച്ചറോട് വിളിച്ചു പറഞ്ഞോളാം, മാറി ഇരുന്നോളണം, മര്യാദയ്ക്ക് കേട്ടോളണം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അങ്ങ് വിഷമിപ്പിക്കണം. അന്നേരം പപ്പി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ഇനി മാറി ഇരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പപ്പി അത് സമ്മതിക്കുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ അങ്ങ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സത്യ ക്ലാസ്സിൽ പോയിട്ട് പപ്പിയെ കാണാത്തതുകൊണ്ട് തിരിച്ച് ഇറങ്ങി വരികയാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പപ്പി ഇത് എവിടെയായിരുന്നു, ക്ലാസ്സിൽ കാണാത്തതുകൊണ്ട് ഞാൻ തിരക്കി വന്നതാണെന്നും പറയുന്നുണ്ട്. പപ്പി പറയുകയാണ്, അമ്മ വലിയ ദേഷ്യത്തിലാണ്, സത്യയോട് കൂട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അടുത്തടുത്ത് ഇരിക്കണ്ടെന്നും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യ പറയുന്നുണ്ട്, എങ്കിൽ അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം, ഇതൊക്കെ അച്ഛനെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ വിഷ്ണു അച്ഛനത് എവിടെ പോയി കിടക്കുകയാണെന്ന് ഇങ്ങനെ പപ്പിയും പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ബാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം, അമ്മ വരികയാണെങ്കിൽ നമുക്ക് മാറിയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പപ്പി സത്യയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം കളക്ടറേറ്റിൽ ശാലിനി എത്തുന്നുണ്ട്. അതിനുശേഷം കമലിന് എത്തുകയാണ്. അന്നേരം എന്തായി അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശാൻ പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റാണ്, സഹായിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ അവിടെ പോയി അന്വേഷിച്ചിരുന്നു, ആളവിടെ എത്തിയിട്ടില്ല, ഇതിനിപ്പോൾ വേറെ എന്തോ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആശാന് മനസ്സിനെ വിഷമപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. കമലിനാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ആശാൻ എന്നെയല്ലേ ആദ്യം വിളിക്കുക, അല്ലെങ്കിൽ ആ കടപ്പുറത്ത് പോയി തിരമാല എണ്ണിക്കൊണ്ടിരിക്കും, ഇനിയിപ്പോൾ സത്യാമ്മയുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്ത് ബന്ധുക്കളുടെ അടുത്തെങ്ങാനും പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ കമലം പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ പോകണത് പിന്നെ പറയാതെ പോകുന്ന എന്തിനാ, ഇതിപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ കമലിനെ സമ്മതിക്കുകയാണ്, ഇത് വേറെന്തോ ആണ്, ആശാൻ എവിടെയോ ലോക്കായിരിക്കുകയാണ്, അതാണ് ഫോൺ പോലും കിട്ടാത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അനുപല്ലവി ക്യാബിനിലേക്ക് വരുന്നുണ്ട്. മാഡം പറഞ്ഞ ആ ഒരു അഡ്രസ്സ് കിട്ടിയെന്ന് പറയുമ്പോൾ, കിട്ടിയോ എങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. കമലിനോടും പറയുന്നുണ്ട് വരാനായിട്ട്. അന്നേരം എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ ആശാൻ എവിടേക്കാണ് പോയതെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും, വാ എന്ന് വിളിക്കുകയാണ്. തുടർന്ന് കമലിനും ശാലിനിയും അനുപല്ലവയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ ഡോക്ടറാണെങ്കിൽ മഹേന്ദ്രനെ പരിശോധിക്കാനായിട്ട് വരുന്നുണ്ട് റൂമിൽ. മഹേന്ദ്രൻ ഒരു ആകെ അവശനെന്ന പോലെ കട്ടിൽ കിടപ്പ് തന്നെയാണ്. അന്നേരം ഡോക്ടറുണ്ട്, സ്വാമിയുണ്ട്, ഈ ഭാര്യയുണ്ട്, മകൾ ചന്ദ്രയും ഒക്കെ ഉണ്ട്. അന്നേരം പേടിക്കാനൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കഴിയുന്നതിന് ശേഷമാണ് എനിക്ക് പേടി, അത് എനിക്കല്ല, എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ അതാണ് കൂടുതൽ പ്രശ്നമാകുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛൻ എനിക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ മാത്രമല്ല ഈ ഒരു അസുഖം കൂടി തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛന് ഹാർട്ട് പ്രോബ്ലം വന്ന് തന്നെയാണ് മരണപ്പെട്ടത്, അത് തന്നെയാണ് എനിക്കും എന്നറിയാം എന്ന് പറഞ്ഞ് സൂര്യൻ്റെ എന്നേക്കുമായിട്ടുള്ള പതനമൊന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ നിർമ്മലയൊക്കെ ഇന്നങ്ങോട്ട് കരയുകയാണ്. നീ എന്തിനാടി നിന്ന് കരയുന്നത്, ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോൾ ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനാണെങ്കിൽ ഇപ്പോഴൊന്നും പോകത്തില്ല, എൻ്റെ മക്കളെ കല്യാണം കഴിച്ച് അവരുടെ മക്കളെയും കല്യാണം കഴിച്ച്
പ്രസവിച്ച് അവരുടെ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ, അതുവരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഈ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ച്, അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് റെസ്റ്റ് എടുത്താലും മതി, ഭാരിച്ച ജോലികളൊന്നും തലയിലെടുത്ത് വെക്കണ്ട, കൈക്കോ കാലിനോ ഒക്കെയാണ് കുഴപ്പമെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഇതങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ മഹേന്ദ്രനും പറയുകയാണ്, അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സദാശിവൻ ഡോക്ടറെ പലപ്പോഴായിട്ട്, ദൈവം എന്താണ് 2 ഹൃദയം മനുഷ്യർക്ക് കൊടുക്കാത്തതെന്ന്. പിന്നീട് എനിക്കത് മനസ്സിലായി, നമ്മൾ ഹൃദയത്തിൽ കുടിയിരുത്തുന്ന ജീവിത പങ്കാളിയല്ലേ, അപ്പോൾ ഒരു ഹൃദയം കൂടി കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നിർമ്മല അങ്ങോട്ട് കരയുകയാണ്. അന്നേരം നീ കരയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴൊന്നും പോകത്തില്ല എന്നൊക്കെ ഈ പിന്നെ ഡോക്ടറോടും നിർമ്മലയോടും ഒക്കെ മഹേന്ദ്രൻ പറയുകയാണ്. ഡോക്ടർ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി, ഇനി കാര്യങ്ങളൊക്കെ ശിവൻ നോക്കിക്കോളും എന്നിങ്ങനെ നിർമ്മല പറയുമ്പോൾ, പിന്നെ എൻ്റെ അച്ഛൻ പാരമ്പര്യമായിട്ട് അസുഖം തന്നതുപോലെ നല്ലൊരു ബിസിനസ്സും എന്നെ ഏൽപ്പിച്ചു, അതെൻ്റെ മരണം വരെ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകും, എടുത്തുചാട്ടക്കാരനായ ശിവനെ ഏൽപ്പിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല, അത് ഭദ്രവുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വാമി ഡോക്ടർ പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഞാൻ കുറച്ച് മരുന്ന് കുറിച്ചിട്ടുണ്ട്, അത് ഇന്ന് മുതൽ കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ സ്വാമിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ഹാളിൽ നിൽക്കുകയാണ്. ഡോക്ടറൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സ്വാമി പറയുന്നുണ്ട് ഹാർട്ട് പ്രോബ്ലം തന്നെയാണ്, മഹേന്ദ്ര സാറിൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നല്ലോ, എല്ലാവരോടും ചിരിയും കളിയും തമാശയും ഒക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നതല്ലേ, പിന്നെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ടാണല്ലേ, അപ്പോൾ അച്ഛൻ്റെ ടോക്കൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ടോക്കൺ എൻ്റെ ആയിരിക്കും അല്ലേ ഡോക്ടറേയും ചോദിക്കുകയാണ്. പക്ഷേ തമാശ മട്ടിലാണ് ശിവനങ്ങ് സംസാരിക്കുന്നത്. അതിന് ഡോക്ടർ പറയുന്നുണ്ട് ജനിതക്രമം അങ്ങനെയുണ്ട്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചെക്കപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും സ്വാമിയും അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ചെറുക്കൻ്റെ നാവാണെങ്കിൽ നിവർത്തിയില്ല, ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, അത് പിന്നെ അങ്ങനെയല്ലേ, അച്ഛൻ്റെ ടോക്കൺ കഴിയുമ്പോൾ പിന്നെ എനിക്കായിരിക്കും, അപ്പോൾ ഞാൻ കൂടി ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ നെഞ്ചുവേനയൊക്കെ വരാറുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അമ്മയുടെ ആ ഒരു വിഷമം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശിവ അങ്ങനെയൊക്കെ തമാശയ്ക്കൊക്കെ സംസാരിക്കുന്നത്. അന്നേരം അങ്ങനെയൊന്നും പറയരുത്, ദൈവദോഷം പറയരുത് എന്നൊക്കെ ഇങ്ങനെ നിർമ്മല പറയുന്നുണ്ട്. അന്നേരം അച്ഛനും മോനും കൂടി എന്നെ ആദ്യം അങ്ങോട്ട് കൊല്ലുക എന്നിങ്ങനെ നിർമ്മല പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, പിന്നെ അച്ഛനും ഞാനും ഒക്കെ ചത്ത് മലർന്നിങ്ങനെ കിടക്കുമ്പോൾ കരയാൻ ആരെങ്കിലും വേണ്ടേ, ചന്ദ്രയാണെങ്കിൽ കരയില്ല, പിന്നെ എനിക്ക് പെണ്ണും പിടക്കവഴിയുണ്ട്, വേറെ ആരുമില്ല, അപ്പോൾ അമ്മ തന്നെ കരയേണ്ടി വരും, അതുകൊണ്ട് എന്നും പറഞ്ഞിങ്ങനെ തമാശ പറയുമ്പോൾ ചെറുക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം മഹേന്ദ്ര അകത്തു നിന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നു എന്നും പറഞ്ഞ് നിർമ്മല അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അന്നേരം ശിവൻ്റെ മുഖം അങ്ങ് മാറുന്നുണ്ട്. ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി വെറുതെ തമാശ, അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി അങ്ങനെ സംസാരിക്കുന്നതാണ്. അന്നേരം ഈ മഹേന്ദ്രൻ്റെ അകത്ത് നിന്ന് പറഞ്ഞത് ശിവൻ വീണ്ടും ആലോചിക്കുകയാണ്, അച്ഛൻ്റെ പിന്നെ മരണവും അങ്ങനെ ആയിരുന്നല്ലോ, അപ്പോൾ എൻ്റെ വിസ വരുന്നതും ഈ അസുഖം കൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാമെന്നിങ്ങനെ മഹേന്ദ്രൻ പറഞ്ഞത് ശിവൻ ഓർത്തങ്ങ് വിഷമിക്കുകയാണ്. ഇതേസമയം ശാലിനിയും അനുപല്ലവിയും കമലിനും ഒക്കെ രേഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ വണ്ടി ആ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് 2 സ്ത്രീകൾ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഇത് തന്നെയാണ് വീടെന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ ആരെ കാണാനാ എന്നിങ്ങനെ ആ സ്ത്രീകൾ ചോദിക്കുമ്പോൾ രേഷ്മ ഒന്ന് കാണാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അനുപല്ലവി ഒന്നും പറയുന്നില്ല. അനുപല്ലവിയും ശാലിനിയും കമലിനും കൂടി ആ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിന്നിട്ട് ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അവിടെ നിന്ന് ആദ്യം ഇറങ്ങി വരുന്നൊരു മുത്തശ്ശിയാണ് വരുന്നത്, അത് രേഷ്മയുടെ മുത്തശ്ശിയാണ്. അന്നേരം പിന്നെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രേഷ്മ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണിന് അത്ര കാഴ്ച കുറവാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കിയത് ഇവിടെ ആരാ വന്ന് നിൽക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം രേഷ്മയുടെ അച്ഛനും അമ്മയും ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രേഷ്മ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അന്നേരം രേഷ്മ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നുണ്ട്, ശാലിനിയാണ് ചോദിക്കുന്നതൊക്കെ. അന്നേരം മധുര വരെ പോയതാണെന്ന് പറയുമ്പോൾ ശാലിനി ഒറ്റയ്ക്കാണോ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, അവളുടെ ഒരു സുഹൃത്തും കൂടിയുണ്ട്, അവൻ പിന്നെ രേഷ്മയ്ക്ക് എല്ലാത്തിനും വലിയ സഹായമാണ്, കൂട്ടുകാരനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ഇങ്ങനെ മനസ്സിലാവുകയാണ് വിഷ്ണു ആണ് കൂടെ പോയത് എന്നുള്ളത്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് മാറുകയാണ്. അന്നേരം രേഷ്മയുടെ അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം. അന്നേരം അതിനവരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മയുടെ അച്ഛനങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഇവരിങ്ങനെ കാറിനടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം കമലൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അല്ല അനുപല്ലവി ചോദിക്കുകയാണ്, അപ്പോൾ വിഷ്ണു സാർ ആയിരിക്കുമല്ലേ രേഷ്മയുടെ കൂടെ പോയത് എന്നുള്ളത്. അപ്പോൾ ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ വിഷ്ണുവേട്ടൻ തന്നെ ആയിരിക്കും പോയത്, അതായിരിക്കും സത്യാമ്മ വിളിച്ചപ്പോൾ തമിഴിൽ മറുപടി വന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അന്നേരം ഈ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ പോയിട്ട് രേഷ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം എങ്ങനെ കാണാനാണ്, പിന്നെ ആരോടെങ്കിലും എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഇപ്പോൾ പിന്നെ ഒരു ചെറുക്കൻ ഇവിടെ കുറേ ദിവസമായിട്ട് വരാറുണ്ട്, അവൻ്റെ വണ്ടിയിലാണ് കറക്കവുമൊക്കെ, അവനോടൊപ്പം എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും.
കല്യാണക്കാര്യം വല്ലതും ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ടെൻഷൻ അന്തം വിട്ട് നിൽക്കുകയാണ്. കമലിനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവളുടെ ആണുങ്ങളെ വലവീശി പിടിക്കുന്ന സ്വഭാവം പണ്ടേ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ആദ്യ ഭർത്താവുകളെ ഉപേക്ഷിച്ച് പോയത്. ദൂരെ എവിടെയോ വെച്ച് കല്യാണം നടത്താനായിരിക്കും പോയിരിക്കുന്നത്. ഇവളുടെ ചരിത്രം മൊത്തം എനിക്കറിയാം എന്നൊക്കെ അവരൊന്നങ്ങ് സംസാരിക്കുമ്പോൾ ശാലിനി അകപ്പാടെ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ തൻ്റെ താലിമാലയിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ ശാലിനി ആകെ ടെൻഷനിലിരിക്കുകയാണ്. അനുപല്ലവി ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ കമലം പറയുന്നുണ്ട്, എന്നാലും ആശാൻ ഇങ്ങനെ, എന്നാലും ഏട്ടത്തിയമ്മേ ആശാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞങ്ങ് കമല സംസാരിക്കുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെ ദേഷ്യം കയറി വരികയാണ്. കമലിൻ്റെ സംസാരം അങ്ങോട്ട് കൂടുമ്പോൾ ഷട്ടപ്പ് എന്നിങ്ങനെ ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വണ്ടി നിർത്ത് എന്ന് പറയും രാമേട്ടനോട് പറയുകയാണ്. അന്നേരം വണ്ടി നിർത്ത് രാമേട്ട എന്നിങ്ങനെ ഒന്നുകൂടി ശാലിനി ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. തുടർന്ന് അവിടെ ഒരു സൈഡിലേക്ക് രാമേട്ടൻ വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് കമലിനോട് പറയുകയാണ് ഇറങ്ങുക പറയുന്നുണ്ട്. ഇറങ്ങാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് കമല വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഡോർ അടയ്ക്കുക എന്ന് പറയുന്നത് അടയ്ക്കാനാ പറഞ്ഞത് എന്നിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ കമലിനങ്ങ് ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് രാമേട്ടനോട് വണ്ടി എടുക്കാൻ പറയുകയാണ്. ഒന്നുകൂടി പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ. തുടർന്ന് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. കമലിനെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. ശാലിനി ആകപ്പാട് ഒരു ദേഷ്യത്തിലൊക്കെ അങ്ങനെ ടെൻഷനിലിരിക്കുന്നതുകൊണ്ട് കമലം പറഞ്ഞതുകൂടി ആകുമ്പോൾ ശാലിനിക്ക് സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കമലിനോട് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കമലിനിങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് കുറുപ്പ് സാറ് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി ഒരുവിധം ഒന്ന് ആശ്വസിച്ചിട്ട് പറ സാറേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. അതിനുശേഷം ഫോൺ വയ്ക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത്. അപ്പോൾ ആ പരുത്തിക്കുന്ന് കോളനിയുടെ കേസിലിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും കുറുപ്പ് സാറ് വിളിക്കുന്നതൊക്കെ. അതിനുശേഷമാണ് ശാലിനി ആ ഒരു കോളനിയിലേക്ക് വീണ്ടും പോകുന്നതൊക്കെ. പക്ഷേ ശാലിനിക്ക് അവിടെ ഒഴിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നാളത്തെ ആ മഹാ എപ്പിസോഡിൽ കാണാം. വിഷ്ണു പോയത് എന്തിനാണ് എന്നുള്ളതും അറിയാം. മിക്കവാറും ഇനി വിഷ്ണു പോയത് വിഷ്ണുവിൻ്റെ ചികിത്സയുടെ കാര്യത്തിന് എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അതോ ഇനി രേഷ്മയുടേതാണോ എന്ന് കാണിക്കുന്നില്ല. അത് വഴി അറിയാം. ഓക്കെ, താങ്ക് യു.